പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം ദേവേനെ നേരെ തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരുന്നുണ്ട്. കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യനിലയൊക്കെ വീണ്ടെടുത്തിട്ടുണ്ടാവും. ആദർശിനോടായിട്ട് ജയനോടായിട്ട് പല തവണ ആയിട്ട് ദേവേനെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ലിവർ തന്ന് എന്നെ സഹായിച്ച ആ ഒരു പെൺകുട്ടിയെ ഒരു നോക്കി എനിക്ക് കാണണമെന്ന്. എന്നാൽ പല തവണകളായിട്ട് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആദർശ് ജയനും അതിങ്ങനെ നീട്ടിവെക്കുകയായിരുന്നു. അസുഖം കാരണം ഇൻഫെക്ഷൻ ആവും, പുറത്തു പോയാൽ അത് പ്രശ്നമാവുമെന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ദേവേനെ അതിൽ നിന്നും തടയുമായിരുന്നു ആദർശ്. എന്നാൽ ദേവേനയുടെ ആരോഗ്യസ്ഥിതിയെല്ലാം വീണ്ടെടുത്തതിന് ശേഷം ദേവേനി പഴയതുപോലെ ആയതിനു ശേഷം വീണ്ടും ദേവേന ഇങ്ങനെ പറയുന്നുണ്ട്, ജയേട്ടാ ഇനിയെങ്കിലും എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. ജയേട്ടനോട് പല തവണയായി ഞാൻ പറയുന്നു എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഇനി എനിക്ക് വീണ്ടും ഇങ്ങനെ ക്ഷമിക്കാനൊന്നും പറ്റില്ല ജയേട്ടാ, എനിക്ക് ഇപ്പം തന്നെ ആ പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കട്ടെ ദേവയാനി. എന്നാൽ ഇത് കേൾക്കുന്ന ജയനും ആദർശും ആകെ നടുങ്ങി നിന്ന് പോവാണ്. അപ്പോൾ ജയൻ ഇങ്ങനെ ദേവേനോട് പറയുന്നുണ്ട്, അത് ദേവേനി നീ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി പുറത്തേക്കൊന്നും പോവണ്ട. ഇപ്പം നിന്റെ ആരോഗ്യമൊക്കെ ഭേദമായിട്ടുണ്ടെങ്കിലും കുറച്ച് കാലം കൂടെ നീ റെസ്റ്റ് എടുക്കണം. ആ കുട്ടിയെ നമുക്ക് ഇനി വീണ്ടും കാണാലോ എന്നിങ്ങനെ ജയൻ പറയുന്ന സമയത്ത് ദേവേനി അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇത് ഞാൻ ഓരോ പ്രാവശ്യം നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒഴിഞ്ഞു പാറുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ജയേട്ടൻ ഇനിയും എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എനിക്ക് എന്തായാലും ആ കുട്ടിയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ദേവയാനി. ഇനി നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയെ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എന്നതാ, ഞാനൊന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിനമ്മേ ആ പെൺകുട്ടിയുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് ദേവേനി ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേ ഇങ്ങനെ? എനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്ത ആ ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ പോലും നിൻ്റെ കയ്യിലില്ലേ? ആ കുട്ടിക്ക് ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കണ്ടേ മോനെ? നീ തന്നെയല്ലേ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. അതുകൊണ്ട് ആ കുട്ടിയുടെ വീട് ഏതായാലും നിനക്കറിയാലോ, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാ, എനിക്കിപ്പം തന്നെ ആ കുട്ടിയെ കാണണം. ആദർശ് വീണ്ടും ഇങ്ങനെ പറയാൻ നോക്കുന്നുണ്ട്. അത് പിന്നെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ലല്ലോ. മാത്രമല്ല ആ കുട്ടി ഇനി എങ്ങാനും വീട് മാറിപ്പോയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ വയ്യാതിരിക്കുന്ന അമ്മയുമായിട്ട് അത്രയും ദൂരം പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത് അത്രമാത്രം റിസ്ക് ആണ് അമ്മേ. അതുകൊണ്ട് ആദ്യം തൽക്കാലം ഞാൻ പോയിട്ടൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പോയി തിരിച്ചു വന്നതിന് ശേഷം അമ്മയെ കൂട്ടിക്കൊണ്ട് പോവാം, എന്താ അതുപോലെ എന്ന് ചോദിക്കട്ടെ ആദർശ്. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അതെ നിങ്ങളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ തന്നെ വന്നാലും നിങ്ങൾ ഒരിക്കലും എന്നെ ആ കുട്ടിയെ കാണാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് അതിനൊട്ടും താല്പര്യമില്ല എന്ന് നിങ്ങളുടെ പല സംസാരത്തിൽ നിന്നും എനിക്ക് പണ്ടേ തോന്നി തുടങ്ങിയതാണ്. എന്നിട്ട് ജയനോടായിട്ട് ദേവേനെ ചോദിക്കുന്നത്, എന്താ ജയേട്ടാ ഞാൻ ആ കുട്ടിയെ കാണുന്നത്, നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്തിന് ജയൻ പറയുന്നത്, അത് പിന്നെ ദേവയാനി വേണ്ട ജയേട്ടാ, ഇനി നിങ്ങൾ ആരും എന്നോട് ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾക്കാർക്കും എനിക്ക് ആ കുട്ടിയെ കാണിച്ചു തരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ കണ്ടെത്തിക്കോളാം. ഇനി നിങ്ങളുടെ ആരെയും സഹായം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവേനി ദേഷ്യത്തോടു കൂടി നേരെ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. ദേവേനി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ജയൻ ഇങ്ങനെ ആദർശിനോടായിട്ട് പറഞ്ഞിട്ട്, ആദർശേ അമ്മ ചോദിക്കുന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണിടാ, എന്താ അത് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ എത്ര നാളത്തേക്കാണ് നയനയാണ് ദേവേനിക്ക് കരൾ കൊടുത്തത് എന്ന കാര്യം നമുക്ക് അവളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റുക? എന്താണെങ്കിലും ഒരു ദിവസം ദേവേനി എല്ലാ സത്യങ്ങളും അറിയും. ദേവേനി ഇങ്ങനെ വാശി പിടിക്കുന്ന സമയത്ത് നമുക്കതൊക്കെ കാണിച്ചു കൊടുത്താൽ എന്താ അതിപ്പോൾ കുറച്ച് നേരത്തെയാണെങ്കിൽ എന്താ ആദർശേ കുഴപ്പമെന്നൊക്കെ ചോദിക്കാട്ടോ ജയൻ. അപ്പോൾ ആദർശ് പറഞ്ഞിട്ട്, അതല്ല അച്ഛാ, നയന പറഞ്ഞത് ഒന്നും തന്നെ ഇപ്പം അമ്മയെ അറിയിക്കണ്ട എന്നല്ലേ. ഇനി ഒരു പക്ഷേ അതെങ്ങാനും അമ്മയെ അറിയിച്ചാൽ അമ്മ അതിനെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അമ്മ എങ്ങാനും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നയനോടുള്ള ദേഷ്യം കൂടി വരുമോ എന്നാണ് എൻ്റെ പേടി. എന്തായാലും ഇപ്പം അമ്മ സത്യങ്ങളൊന്നും അറിയണ്ട അച്ഛാ. അമ്മയോട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇപ്പം അച്ഛൻ പോയിട്ട് അമ്മയൊന്ന് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് ജയനെയും ദേവേൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. ഇതേ സമയത്ത് ദേവേൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ തന്നെ വന്നാലും ശരി തനിക്ക് ലിവർ തന്നെ സഹായിച്ച, തൻ്റെ ജീവൻ പോലും തിരിച്ചു തന്ന ആ ഒരു പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച് നിൽക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ദേവേനെ നേരെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കൊടുത്തിട്ട് ദേവേൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഞാൻ അനന്തപുരിയിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്കൊരു സഹായം വേണമായിരുന്നു. ആ പറഞ്ഞോളൂ മാഡം ഇപ്പോൾ ഓക്കെ ആയല്ലോ അല്ലേ, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എനിക്ക് ലിവർ ഡൊണേറ്റ് ചെയ്ത ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് കളക്ട് ചെയ്ത് തരാൻ പറ്റുമോ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ട്, അത് പിന്നെ മാഡം ആ ഡൊണേറ്റർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആർക്കും തന്നെ കൊടുക്കരുത് എന്നാണ്. അങ്ങനെ പ്രൈവറ്റായിട്ട് അവർ പറഞ്ഞേക്കുന്ന കാര്യം ഞങ്ങൾ എങ്ങനെ നിങ്ങളോട് പറയും? അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ലിവർ ഡൊണേറ്റ് ചെയ്ത കുട്ടി അതാരാണെന്ന് എനിക്കറിയണം. അങ്ങനെ അറിയാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ആ കുട്ടിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇപ്പം തന്നെ കിട്ടണമെന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്തിന്, അത് പിന്നെ മാഡം പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ? ഏതായാലും കുറച്ച് സമയം വേണം.
മാഡത്തിന് ഏതായാലും ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ, ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ഒരാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. അപ്പോൾ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് അതിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. എന്താണെങ്കിലും ആ റിപ്പോർട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം, ആരെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് അയച്ചാൽ മതി. ഓക്കെ മാഡം, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ആളെ വിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ദേവേനിക്കാവട്ടെ അവരുടെ സംസാരം കേട്ട് വളരെയധികം ആശ്വാസമാവുന്നുണ്ട്. താൻ ഇത്ര കാലം കാണാൻ കൊതിച്ച ആ ഒരു മുഖം, തന്നെ സഹായിച്ചത് ആരാണ്, തന്നെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കട്ടെ ദേവയാനി. ഇതേ സമയത്ത് തന്നെയായിരിക്കട്ടെ അനാമിക ദേവേനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നയനെ പറ്റിയിട്ട് എന്തോ ഒരു കുറ്റം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അനാമിക വരുന്നത്. അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്ന സമയത്ത് തന്നെ ദേവേനെ പറയുന്നുണ്ട്, ആ മോളെ, എനിക്ക് ലിവർ തന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതായിരുന്നു. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അതറിയാൻ വേണ്ടിയിട്ട് വല്യം എന്തിനാ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിക്കുന്നത്? ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാലോ ആ ലിവർ തന്ന പെൺകുട്ടി ആരാണെന്ന്. പിന്നെ അതറിയാൻ വേണ്ടിയിട്ട് വല്യം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചറിയേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ അനാമിക ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയും, അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞതാ മോളെ, പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അവരാരും എനിക്ക് പറഞ്ഞു തരുന്നില്ല. ഇന്നും കൂടെ ഞാൻ ജയേട്ടനോടും ആദർശനോടും പറഞ്ഞതേ ഉള്ളൂ ആ കുട്ടിയെ എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ. പക്ഷേ അവരൊന്നും എന്നെ കൊണ്ടുപോകുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചത്. ഹോസ്പിറ്റൽ എന്തായാലും എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോഴേക്കും ദേവേനെ ഒന്ന് സോപ്പിട്ട് പതപ്പിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അനാമിക എന്നെ പറയുന്നത്, അതേ വല്യമ്മയെ പോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കാണാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട് വല്യമ്മേ. എൻ്റെ വല്യമ്മയുടെ ജീവൻ രക്ഷിച്ചത് ആരാണെന്ന് എനിക്കും അറിയണം. വല്യമ്മ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടണേ എന്ന് പറയും അനാമിക. അപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, ഓ അതിനെന്താ മോളെ, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോയിട്ട് തന്നെ ആ കുട്ടിയെ കാണാം. പിന്നെ ആ കുട്ടിയെ കാണാൻ പോകുന്ന സമയത്ത് വെറും കൈയോടെ ഒന്നും പോയാൽ പോരാ, കുറച്ചധികം സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും അതുപോലെ ഇഷ്ടം പോലെ പൈസയുമായിട്ട് നമുക്ക് ആ കുട്ടിയെ കാണാൻ പോകണം. പെൺകുട്ടികളാകുമ്പോൾ ആഭരണത്തിനോടും വസ്ത്രത്തിനോടൊക്കെ ഒത്തിരിയധികം പ്രിയമായിരിക്കും. അതുകൊണ്ട് എൻ്റെ കുറച്ച് വില പിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ എന്നൊക്കെ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമിക അങ്ങ് ദേഷ്യം വരാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട്, ഓ ഏതോ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആഭരണങ്ങളൊക്കെ കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പോലും. ആ ആഭരണങ്ങളെല്ലാം തന്നെ ഇവരെനിക്ക് തരുവാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കുറച്ചെങ്കിലും കടം വീട്ടാമായിരുന്നു. ഇതിപ്പോൾ എല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ട് തന്നെ ഇവർ ആ പെൺകുട്ടിക്ക് ഇതെല്ലാം കൊണ്ടുപോയി കൊടുക്കുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്തായിരിക്കും ദേവേനെ ചോദിക്കുന്നത്, എന്താ അനാമിക മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? അല്ല വല്യമ്മേ, അത് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ വല്യമ്മയുടെ ജീവൻ രക്ഷിച്ച ആളല്ലേ. അപ്പോൾ ദേവേനെ പറയുന്നത്, അതേ മോളെ, ആ കുട്ടിക്ക് ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ കുട്ടിയുടെ കാരുണ്യം കൊണ്ടല്ലേ. ഞാൻ എന്നും ആ ഒരു പെൺകുട്ടിയോട് കടപ്പെട്ടവളായിരിക്കും. എന്നാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ദേഷ്യമെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അനാമിക പറയുന്നത്, അതേ വല്യമ്മ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. വല്യമ്മനെ ഇത്രത്തോളം സഹായിച്ച സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമായിരിക്കും അനാമിക. എന്നാലും അനാമിക ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അനാമിക പറയുന്നുണ്ടെങ്കിലും അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഷോ എൻ്റെ ലിവറാണ് ഇവർക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഇവരെങ്ങനെ വിശ്വസിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ഇവർ കൊടുക്കാൻ നിൽക്കുന്ന ആ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ എനിക്ക് കിട്ടിയിരുന്നല്ലോ എന്നൊക്കെയാണ് അനാമിക ചിന്തിക്കുന്നത്. ഷോ ആ സമയത്ത് എനിക്ക് ആ ബുദ്ധി തോന്നിയില്ലല്ലോ, ഇതിപ്പോൾ ആരാ കൊടുത്തതെന്ന് അറിയാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കായിരിക്കട്ടെ അനാമിക. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിലും ആദർശ് നേരെ പോകുന്നത് നയനയുടെ അടുത്തേക്കായിരിക്കും. ആദർശ് ഇങ്ങനെ നയനോട് പറഞ്ഞിട്ട്, നയനെ, അമ്മ ഇന്നും കൂടി പറഞ്ഞതേ ഉള്ളൂ അമ്മക്ക് ലിവർ കൊടുത്ത ആ ഒരു പെൺകുട്ടിയെ കാണണമെന്ന്. ഇനി അമ്മക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്മയായിട്ട് തന്നെ ആ കുട്ടിയെ അന്വേഷിച്ച് പോകുമെന്നും പറഞ്ഞു. അപ്പം നയനെ ചോദിക്കുന്നത്, അയ്യോ ആദർശേട്ടാ, ഇനി അമ്മ എങ്ങാനും സത്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഞാനാണ് ലിവർ കൊടുത്തതെന്നെങ്ങാനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അപ്പോൾ ആദർശ് പറയുന്നത്, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഇപ്പം അമ്മ ആ ഒരു പെൺകുട്ടിയെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ അമ്മ ഒരുപാട് ആഗ്രഹിച്ച് കാണാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി നയനയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല നയനെ. ചിലപ്പോൾ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ നിന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഒരുപക്ഷെ ഒട്ടും ഇഷ്ടമില്ലാത്ത താൻ വെറുക്കുന്ന മരുമകളാണ് തനിക്ക് ലിവർ തന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നീട് എന്തെങ്കിലും കടുകൈ ചെയ്യുമോ എന്നാണ് എൻ്റെ പേടി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും തുറന്നു പറയണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ട് നയനെ പറഞ്ഞിട്ട്, ആദർശേട്ടാ, ഇതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് ആദർശേട്ടാ. ആദർശ് പറഞ്ഞിട്ട്, നീ പേടിക്കാതിരിക്കുന്ന നയനെ, എന്തായാലും ഒരു ദിവസം അമ്മ എല്ലാം തിരിച്ചറിയുമല്ലോ. അത് തന്നെയാണ് അച്ഛനും പറയുന്നത്, നീ ഈ അവസ്ഥയിൽ ഇങ്ങനെ വിഷമിക്കല്ലേ നയനെ. അങ്ങനെ നയനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കട്ടെ ആദർശ് പിന്നീട് ഓഫീസിലേക്ക് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ സ്റ്റാഫ് റിപ്പോർട്ടുമായിട്ട് നേരെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ദേവേനാണെങ്കിൽ ആ റിപ്പോർട്ടും കാത്തിരിക്കായിരിക്കും. ദേവേൻ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നു കൊണ്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്, ആ കുട്ടി ആരായിരിക്കും? ആ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരിക്കുമോ? ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും അതിലുണ്ടായിരിക്കുമോ? ചേട്ടാ, എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും റിപ്പോർട്ടുമായിട്ട് ഒരു സ്റ്റാഫ് വരുന്നത്. ദേവേനെ ചോദിക്കുന്നുണ്ട്, ഷോ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു, നിങ്ങൾ എന്താ ഇത്രമാത്രം വൈകിയത്? അപ്പോൾ സ്റ്റാഫ് പറയുന്നുണ്ട്, അല്ല മാഡം, ഞങ്ങൾ ഈ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് മാഡത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പോലും കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയുന്ന സമയത്തിന് ദേവേനെ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല,
ഏതായാലും താൻ ആ റിപ്പോർട്ടിങ് തന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിങ് മേടിക്കുകയാണ് ദേവയാനി. എന്നാൽ റിപ്പോർട്ട് കൊണ്ടുവന്ന ആ ഒരു സ്റ്റാഫ് എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്. അങ്ങനെ ആ ഒരു റിപ്പോർട്ട് അവിടെ വെച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ് ദേവയാനി. അങ്ങനെ ദേവയാനി സ്റ്റാഫിനുള്ള വെള്ളമായിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്തിന് ആ ഒരു വെള്ളം സ്റ്റാഫിൻ്റെ നേർക്കങ്ങ് നീട്ടുന്നതോടുകൂടി തന്നെ ആ റിപ്പോർട്ടിലേക്ക് വെള്ളം അങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഗ്ലാസ് കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് അങ്ങ് താഴേക്ക് വീഴുന്നതോടുകൂടെ തന്നെ ആ ഒരു റിപ്പോർട്ടിൽ മുഴുവൻ അങ്ങ് വെള്ളമാവുമെന്ന് മാത്രമല്ല അത് മുഴുവനായിട്ട് വെള്ളത്തിലങ്ങ് കുതിർന്ന് അങ്ങ് നനഞ്ഞ് ഇല്ലാണ്ടായി പോയി. എന്നാൽ ആ ഒരു പേപ്പറുകളെല്ലാം തന്നെ കുതിർന്ന് ആകെ അങ്ങനെ നനഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ദേവേനി പെട്ടെന്ന് അതെല്ലാം അങ്ങനെ ചേർത്ത് വെക്കാൻ നോക്കും. എന്നാൽ അതിനൊന്നും തന്നെ കഴിയുന്നില്ല. അത്രമാത്രം നനഞ്ഞങ്ങ് കുതിർന്ന് പോയിട്ടുണ്ടാവും. ഒത്തിരി അധികം ആകാംക്ഷയോടുകൂടെ തന്നെ തനിക്ക് ആരാണ് ലിവർ തന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ദേവേനിയുടെ ആ ഒരു ശ്രമവും അവിടെ പാളിപ്പോവാണ് ചെയ്യുന്നത്. ഈശ്വര, ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാണ് ആ ഒരു വ്യക്തി ആരാണെന്ന് പോലും നീ എനിക്ക് കാണിച്ചു തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനിക്ക് ഭയങ്കര അങ്ങ് സങ്കടം വരുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഒരു സ്റ്റാഫിനോട് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്ക്. എന്നാൽ ദേവേനിയുടെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു ഗ്ലാസ് അങ്ങ് സ്കിപ്പായതോടുകൂടി തന്നെ ആ സ്റ്റാഫെ ഇങ്ങനെ ചീത്ത വിളിക്കാനും കഴിയുന്നില്ലല്ലോ. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ദേവേനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ പത്തരമാറ്റ് സീരിയലിൻ്റെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ നിങ്ങൾക്കെന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.